ഗായ്സ്, അപ്പൊ ഞാൻ ഇന്നിവിടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഒരു പിസി ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഇന്ന് പിസി ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള സംഭവങ്ങളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി വേണം, പച്ചമുളകും ഉള്ളി വേണം, പിന്നെ ഇതൊക്കെ മിക്സ് ആക്കണം. തക്കാളി പച്ചമുളക് വേണം, പിന്നെ മുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് മിക്സ് ആക്കുക. കുറച്ച് ഉപ്പും നമ്മൾ ഇടണം. അപ്പം പാൻ ചൂടായി വരുവാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ പരട്ടിയിട്ട് അതിലേക്ക് ഇപ്പൊ നമ്മൾ ബ്രെഡ് ഇടും. ആദ്യം നമ്മൾ അന്നേരം മുട്ട ഒഴിക്കാൻ പോണേ. ഓക്കെ, നമ്മളിങ്ങനെ മുട്ട ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഇങ്ങനെ ചുറ്റിലൊന്ന് ചാലിച്ചു. അതെ, അങ്ങനെ തന്നെ. ഈ പാനിന്റെ വലിപ്പത്തിൽ മാത്രമേ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ, അത്രയല്ലേ പറ്റുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ചു കൊടുക്കും. തിരിച്ചും മറിച്ചും ഒന്ന് വെച്ചു കൊടുത്തിട്ട് രണ്ടെണ്ണോ അതേപോലെ തന്നെ വെക്കണം. 2 ബ്രെഡ് മതി ഗൈസ്. അപ്പൊ നമ്മൾ സ്പൂണും കൊണ്ട് അതിന്റെ മേലെ കൂടെ അതിന്റെ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ഇതാക്കി തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതൊക്കെ ബാക്കിയാണ്. പിന്നെ ചീസ് നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ ചീസ് ഇടുന്നത്. അപ്പം ഇതൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചീസ് എടുക്കുക ഗൈസ്. ചീസ് എടുത്ത് അതിന്റെ കവർ ചെറുതായിട്ട് പൊളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊളിച്ച് കിട്ടുമ്പോൾ അതിന്റെ അകത്ത് ചീസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എടുത്തിട്ട് ഇതിനകത്തോട്ട് വെക്കണം. അപ്പത്തേക്കും ആ സമയം കൊണ്ട് നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡിയായി വരുന്നിട്ടുണ്ട്. അപ്പം കുറച്ചേരം ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്നും മറിച്ചിടേണ്ടതായിട്ടുണ്ട്. ഇത് വരുന്നില്ലെങ്കിൽ ചട്ട കൊണ്ട് ഇങ്ങനെ സൈഡിൽ ഇതാക്കിയിട്ട് മറിച്ചിടേണ്ടതാണ്. അപ്പൊ ഇവിടെയൊക്കെ നല്ലോണം വെന്ത് വരണം ഗൈസ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പിസ പോലെ ആയില്ലെങ്കിൽ എന്നെ പറയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ല മൂത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് ടൊമാറ്റോ സോസ് ഒരു സ്പൂണിലെടുത്ത് ഈ പിസേന്റെ മേലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം. എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ടൊമാറ്റോ സോസൊക്കെ എടുത്തൊന്ന് തേച്ച് കൊടുക്കണം. മുട്ട